ഇന്ന് രാവിലെ 10 മണിക്കാണ് സാധാരണ നീക്കല്. പക്ഷെ ഇന്നിതാ ഒരു സ്ഥലം വരെ പോവാണ്ടായോണ്ട് തന്നെ നേരത്തെ നീറ്റിട്ടുണ്ടായിരുന്നു. രാവിലെ മുതൽക്ക് തന്നെ ഇന്ന് നല്ല മയക്കാറുണ്ടായോണ്ട് തന്നെ കാറിലാണ് പോയത്. സ്കൂട്ടി എടുത്ത് വെറുതെ റിസ്ക് എടുത്തില്ല. ഞങ്ങൾ ഇങ്ങനെ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ ഉമ്മമാന്റെ അനിയത്തിന്റെ വീട്ടിലേക്ക് ഉമ്മ പോന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമ്മളോട് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചിട്ടും കമന്റ് ബോക്സിലൊക്കെ ചോദിക്കുന്നുണ്ട് ഇനി അടുത്ത പ്ലാൻ എന്താന്നുള്ളത്. പെരിന്തൽമണ്ണയിൽ ഒരു കോഴ്സിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാനും ഉമ്മച്ചിയും കൂടി അങ്ങോട്ട് പോകുന്നത്. പക്ഷെ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് തുറക്കാൻ വേണ്ടിയിട്ട് 10 മണിയാകും. അതുകൊണ്ട് ആദ്യം തന്നെ ഞങ്ങൾ ഫാമിലി പോയിട്ട് ഡ്രസ്സൊക്കെ നോക്കിയതിന് ശേഷമാണ് അവിടെ പോയത്. അക്കാഡമിയിലെത്തി അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാപ്പച്ചിക്കും വിളിച്ച് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളെ പെരേക്കാണ് പോയത്. പക്ഷെ ഇവിടെ നാട്ടിൽ ഉണ്ടായിരുന്ന സമയത്തിന് ഉമ്മാക്ക് ഭയങ്കര പൂതിയാണ് കേട്ടോ പെരയിൽ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പുറത്തില്ല മീനും ചോറ് പോകാൻ ഇനി ഏറ്റവും പൂതി. പക്ഷെ അത്രയും റൺ ചെയ്ത് പോകണ്ടേന്ന് കരുതിയിട്ടാണ് മടിച്ചു നിന്നത്. പക്ഷെ നമ്മൾ എത്ര എടുത്ത് വരുമ്പോൾ നമ്മൾ പോന്നിട്ടില്ലെങ്കിൽ മോശമല്ല. ഈ ഹോട്ടൽ വാപ്പച്ച് പോകുന്നതിന്റെ ഒരു 2 ദിവസം മുന്നെയാണ് ഓപ്പൺ ആയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ വിഷമം ഇന്നത്തോട് കൂടി അങ്ങോട്ട് മാറി കിട്ടി. ഞങ്ങൾ രണ്ടാളും ഒറ്റക്കായതുകൊണ്ട് തന്നെ ഒരു കൂന്തൽ റോസ്റ്റും പിന്നെ 2 മീൽസും ആണ് പറഞ്ഞത്. മീൽസിലാണെങ്കിലും എല്ലാ കൂട്ടുകറിയും ഉണ്ട്, പിന്നെ മാമ്പഴ പുളിശ്ശേരി ഉണ്ട്, മീൻകറി ഉണ്ട്, സാമ്പാർ ഉണ്ട്, എല്ലാതും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ എക്സ്ട്രാ പറഞ്ഞ മീനിന്റെ ആവശ്യം നമുക്ക് ഇല്ലട്ടോ. ഈ കൂട്ടുകറികൾ തന്നെ മതി നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ആവറേജ് ഫുഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അഫോർഡബിൾ ആണ്, പിന്നെ എന്നാ വലിയ കുഴപ്പമില്ലാത്ത ഫുഡും. കൂന്തൽ റോസ്റ്റ് ഒരു മസ്റ്റ് ട്രൈ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതിലത്തെ മസാല ഉണ്ടല്ലോ അതാണ് ഹൈലൈറ്റ്. അത് മാത്രം ചോറിൽ കൂട്ടി കുഴച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പായസം പിന്നെ നമ്മൾ എക്സ്ട്രാ പറഞ്ഞതാണ്, മീൽസിൽ ഇൻക്ലൂഡഡ് അല്ല. അവിടുന്ന് ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു, ബേക്കറി ഐറ്റംസ് അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ഫ്രണ്ട്സ്.